ഓൺലൈൻ ട്യൂഷൻ സെന്റർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കണം. നമസ്കാരം. മാഗ്നസ് ഓൺലൈൻ ട്യൂഷൻ സെന്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗത്തിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ നിങ്ങൾക്ക് ക്ലാസുകൾ നൽകുന്നു. ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിൽ തിയറി ക്ലാസ്സിനോടൊപ്പം ചാപ്റ്റർ റിലേറ്റഡ് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസും ഫോക്കസ് ചെയ്യുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ക്ലാസ്സസ്, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്, എക്സാം ഓറിയന്റഡ് ക്ലാസ്സസ് തുടങ്ങിയവയാണ് മാഗ്നസ് ഓൺലൈൻ ട്യൂഷൻ സെന്ററിന്റെ ഹൈലൈറ്റ്സ്. ഹായ് സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിലെ ആദ്യത്തെ കെമിസ്ട്രി ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ അതിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് അത് നോക്കാനുള്ളത്. അത് നമുക്ക് എന്താണ് പീരിയോഡിക് ടേബിൾ എന്നൊക്കെ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 9ാം ക്ലാസ്സിലായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അറ്റോമിക് നമ്പറുകളുടെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് ഓരോ മൂലകങ്ങളെയും എലമെന്റ്സിനെയും അതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് സർട്ടൻ പ്രോപ്പർട്ടീസ് അനുസരിച്ച് എലമെന്റുകളുടെ ക്ലാസിഫിക്കേഷൻ ആണ്. എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് എന്താ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. പീരിയോഡിക് ടേബിളിൽ റോസ് ഉണ്ട്, കോളംസ് ഉണ്ട്. റോസിനെ പീരിയഡ്സ് എന്നും കോളത്തിനെ ഗ്രൂപ്പ് എന്നുമാണ് നമ്മൾ റെപ്രസെന്റ്. 18 ഗ്രൂപ്പുകളാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. അങ്ങനെ ഈ 18 ഗ്രൂപ്പുകളിലായിട്ട് ഏകദേശം ഒരു 118ഓളം എലമെന്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ നമുക്ക് എല്ലാം ആവശ്യമായിട്ട് വരത്തില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നോക്കാനുള്ളത് എത്ര പീരീഡുകൾ ഉണ്ടെന്ന്. മൊത്തത്തിൽ 7 പീരീഡുകളാണ് പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. 7 പീരീഡും 18 ഗ്രൂപ്പ്. ഇനി നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 1ാം ഗ്രൂപ്പിനെ ആൽക്കലി മെറ്റൽ എന്നും 2ാം ഗ്രൂപ്പിനെ ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്നും 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകാരെ ട്രാൻസിഷൻ എലമെന്റുകൾ എന്നും 13ാം ഗ്രൂപ്പിനെ ബോറോൺ ഫാമിലി എന്നും 14ാം ഗ്രൂപ്പിനെ കാർബൺ ഫാമിലി എന്നും 15ാം ഗ്രൂപ്പിനെ നൈട്രജൻ ഫാമിലി, 16ാം ഗ്രൂപ്പിന് ഓക്സിജൻ ഫാമിലി, 17ാം ഗ്രൂപ്പിനെ ഹാലജൻസ് എന്നും 18ാം ഗ്രൂപ്പിനെ നോബൽ ഗ്യാസസ് എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രധാനമായിട്ട് പഠിക്കുന്ന സബ്ഷെല്ലുകളാണ്. നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ ബോർ മോഡൽ അനുസരിച്ച് KLMN എന്നിങ്ങനെ ഷെല്ലുകൾക്ക് പേര് കൊടുക്കും. ആ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ കഴിയും എന്ന് വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. K ഷെല്ലില് 2 ഇലക്ട്രോൺ, അതുപോലെ തന്നെ L ഷെല്ലില് 8 ഇലക്ട്രോൺ, M ഷെല്ലില് 18 ഇലക്ട്രോൺ, അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് സബ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ വരുന്നതെന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. അതിനുശേഷം നമുക്ക് ഈ സബ് ഷെല്ലുകൾ ഓരോ ഗ്രൂപ്പുകാർക്കും നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ 1, 2 ഗ്രൂപ്പുകാർക്ക് S ബ്ലോക്ക് എന്നും 3 മുതൽ 12 വരെ ഉള്ളവർക്ക് D ബ്ലോക്ക് എന്നും 13 മുതൽ 18 വരെയുള്ളത് P ബ്ലോക്ക് എന്നും അങ്ങനെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ ചെയ്ത് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യമേ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ബോർ മോഡൽ അനുസരിച്ചാണ് പഠിക്കുന്നത്. ബോർ മോഡൽ നിങ്ങൾക്ക് അറിയാം, സെൻട്രലിൽ ന്യൂക്ലിയസ് ഉണ്ട്, അതിനുശേഷം ഇലക്ട്രോണുകൾ ഓരോ ഷെല്ലുകൾ ഉണ്ടാവും. ആ ഷെല്ലുകളിൽ ഇത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്നുവരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചതനുസരിച്ച് K ഷെല്ലിലെ മാക്സിമം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. L ഷെല്ലിലെ മാക്സിമം ഉൾക്കൊള്ളുന്നത് 8 ആണ്. അതുപോലെ തന്നെ M ഷെല്ലിലെ 18, അങ്ങനെ പോകുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം സോഡിയം. ഒരു എക്സാമ്പിൾ നോക്കാം. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആയതുകൊണ്ട് K ഷെല്ലിൽ 2 ഇലക്ട്രോൺ കൊണ്ടു. 2 ഇലക്ട്രോൺ ആയപ്പോൾ തന്നെ മാക്സിമം ആയി. ഇനി ഈ K ഷെല്ലിൽ വേറെ ഇലക്ട്രോണുകൾക്ക് ഇരിക്കാനുള്ള എന്താണ് സ്പേസ് ഇല്ല. സോ എന്ത് ചെയ്യുന്നു, അടുത്ത ഇലക്ട്രോണുകൾ പോകുന്നത് L ഷെല്ലിലേക്കാണ്. L ഷെല്ലിൽ മാക്സിമം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. അതുകൊണ്ട് തന്നെ 8 ഇലക്ട്രോണുകൾ അതിൽ ഉൾക്കൊണ്ടു. ഇനി ബാക്കി എത്ര, അറ്റോമിക് നമ്പർ 11 ഇനി ഒരു ഇലക്ട്രോണുകളുടെ ആവശ്യമുണ്ട്, അത് M ഷെല്ലിലേക്ക് അറേഞ്ച് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഇലക്ട്രോണുകളെ അറേഞ്ച് ചെയ്യുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, ഇനി ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ നമുക്ക് എത്ര ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ 3 ഷെല്ലുകളാണ് ഉള്ളത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടുത്തെ ഈ എലമെന്റ് 3ാമത്തെ പീരീഡിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാം. കാരണം എന്താണ്, 2, 8, 1 എത്ര ഷെല്ലുകളുണ്ട്, 3 ഷെല്ലുകളുണ്ട്. അതായത് പീരീഡ് വൈസ് നോക്കുകയാണെങ്കിൽ താഴോട്ട് പോകുമ്പോൾ ഓരോ ഷെല്ലുകളുടെ എണ്ണം കൂടിയാണ് വരുന്നത്. ഓക്കെ, ഇനി ഗ്രൂപ്പ് വൈസ് നോക്കുകയാണെങ്കിൽ എന്താണ്, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് പോകുന്നതനുസരിച്ച് പീരിയോഡിക് ടേബിളിലെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് പോകുന്നതനുസരിച്ച് ഷെല്ലുകളുടെ എണ്ണത്തിന് വ്യത്യാസം ഉണ്ടാകുന്നില്ല. പക്ഷേ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, ഇനി അവിടെ അപ്പോൾ നമുക്ക് വേറൊരു കാര്യം പറയണം.
ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അവിടുത്തെ ന്യൂക്ലിയർ ചാർജ് വർദ്ധിക്കും. ന്യൂക്ലിയർ ചാർജ് വർദ്ധിക്കുമ്പോൾ എനർജി കുറയുകയാണ് ചെയ്യുന്നത്. അതായത് ഷെല്ലുകളെല്ലാം തന്നെ ന്യൂക്ലിയസിനോട് അടുക്കുന്നു. അപ്പോൾ എന്ത് മനസ്സിലാക്കാം അതിൽ നിന്ന്? ആറ്റത്തിന്റെ ചാർജ്, ആറ്റത്തിന്റെ ന്യൂക്ലിയർ ചാർജ് കൂടുതലും, ആറ്റത്തിന്റെ എനർജി കുറവും, ആറ്റത്തിന്റെ സൈസ് കുറവുമായിരിക്കും. അപ്പോ ഒരു പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുന്നത്? ആറ്റത്തിന്റെ സൈസ് കുറയുന്നു ഡ്യൂ ടു ഇറ്റ്സ് ഹൈ ന്യൂക്ലിയർ ചാർജ്. ഇനി പീരിയോഡിക് ടേബിളിൽ ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് വൈസ് നോക്കുക, അല്ലെങ്കിൽ പീരിയഡ് വൈസ് നോക്കുമ്പോൾ പീരിയോഡിക് ടേബിൾ മുകളിൽ നിന്ന് താഴോട്ട് ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഷെല്ലുകളുടെ എണ്ണം ഇൻക്രീസ് ചെയ്ത് പോകുന്നു. സോ അപ്പോൾ ആറ്റത്തിന്റെ സൈസ് കൂടുന്നു, ന്യൂക്ലിയർ ചാർജ് കുറയുന്നത് കൊണ്ട് ആറ്റത്തിന്റെ വലിപ്പവും കൂടുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏത് വെച്ച് പറയാൻ പറ്റും? ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് പറയാൻ പറ്റും. എന്നാൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൂടി വരും. കുറച്ചുകൂടി കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും അതുപോലെ തന്നെ അതിന് കൂടുതൽ പ്രോപ്പർട്ടീസ് അനലൈസ് ചെയ്യാനും നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് കഴിയും. ഇനി നമുക്ക് വേറൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട്, ആർഗൺ. ആർഗൺ എന്ന് പറയുന്നത് നമുക്കറിയാം 18ാം ഗ്രൂപ്പിലെ ഒരു മൂലകമാണ് ആർഗൺ. ആർഗന്റെ ഒരു പ്രത്യേകത ഒരു നോബിൾ ഗ്യാസ് ആണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിരിക്കുന്നത് 2,8,8 എന്നാണ്. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോണുകളാണ് വന്നിരിക്കുന്നത്. എപ്പോഴും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോണുകളും വന്നു കഴിഞ്ഞാൽ അത് ഒക്റ്ററ്റായി എന്ന് പറയുകയും, ഒക്റ്ററ്റായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അത് സ്റ്റേബിൾ ആയി എന്നുള്ളത്, സ്ഥിരത കൈവരിച്ചു. അപ്പോ സ്ഥിരത കൈവരിച്ച ഒരു മൂലകമാണ് ആർഗൺ. കാരണം എന്താ? അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ഏറ്റവും പുറത്തെ ഷെല്ലില് 8 ഇലക്ട്രോണുകൾ ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് സബ്ഷെല്ലിന്റെ കേസിലോട്ട് പോകാം. സബ്ഷെൽ നമ്മൾ പറയുന്നത് നമ്മുടെ ഷെല്ലുകൾ, മെയിൻ ഷെൽ KLMN ഷെല്ലുകൾ വെച്ചാണ് നമ്മൾ സബ്ഷെല്ലിലേക്ക് കിടക്കുന്നത്. നമുക്കറിയാം ഒന്നാമത്തെ ഷെല്ലിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ഷെല്ലായ K ഷെൽ. ഈ K ഷെല്ലിൽ മാക്സിമം ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അപ്പൊ ഈ K ഷെല്ലില് ഉള്ള സബ്ഷെൽ എന്ന് പറയുന്ന ഒരേ ഒരു എണ്ണം മാത്രമേ ഉള്ളൂ, അത് S സബ്ഷെല്ലാണ്. ഇനി രണ്ടാമത്തെ ഷെല്ലായ L ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന സബ്ഷെല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് S ഉം P യുമാണ്. ഇനി മൂന്നാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളുന്നതെന്ന് പറയുന്നത് SPD ആണ്. ഈ 3 സബ്ഷെല്ലുകളാണ് മൂന്നാമത്തെ ഷെല്ലായ M ഷെല്ലിൽ ഉൾക്കൊള്ളുന്നത്. ഈ നാലാമത്തെ ഷെല്ലായ N ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന സബ്ഷെല്ലുകൾ എന്ന് പറയുന്നത് S ഉണ്ട്, P ഉണ്ട്, D ഉണ്ട്, F ഉണ്ട്. ഇത് നോക്കേണ്ടത് നമുക്ക് മനസ്സിലായി. ഒന്നാമത്തെ ഷെല്ലില് S സബ്ഷെല്ല് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഷെല്ലില് S ഉണ്ട്, P ഉണ്ട്. മൂന്നാമത്തെ ഷെല്ലില് S ഉണ്ട്, P ഉണ്ട്, D ഉണ്ട്. നാലാമത്തേല് S, P, D, F ഉണ്ട്. ഇനി എന്ന് പറയുന്നത് റെപ്രസെന്റേഷൻ ആണ്. എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? അതായത് നമുക്ക് ഇവരെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഷെല്ലിലെ S സബ്ഷെൽ അതാണ് 1s. രണ്ടാമത്തെ ഷെല്ലിലെ S സബ്ഷെൽ 2s. രണ്ടാമത്തെ ഷെല്ലിലെ P സബ്ഷെൽ 2p. ഇനി മൂന്നാമത്തെ കേസ് പോകുമ്പോൾ മൂന്നാമത്തെ ഷെല്ലിലെ S സബ്ഷെൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 3s. മൂന്നാമത്തെ ഷെല്ലിലെ P സബ്ഷെൽ 3p എന്ന് റെപ്രസെന്റ് ചെയ്യാം. 3. മൂന്നാമത്തെ ഷെല്ലിലെ D സബ്ഷെല് 3d എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇനി നാലാമത്തെ ഷെല്ലിലെ S സബ്ഷെൽ 4s എന്നും നാലാമത്തെ ഷെല്ലിലെ P സബ്ഷെൽ 4p എന്നും റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ തന്നെ നാലാമത്തെ ഷെല്ലിലെ D സബ്ഷെല്ലിനെ 4d, പിന്നെ നാലാമത്തെ ഷെല്ലിലെ F സബ്ഷെല്ലിനെ 4f എന്നും റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് റെപ്രസെന്റേഷൻ വരുന്നത്. 1s, 2s, 2p, 3s, 3p, 3d, 4s, 4p, 4d, 4f. അപ്പൊ എക്സാമുകൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചുവടെ തന്നിരിക്കുന്നവയിൽ പോസിബിൾ അല്ലാത്ത ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ഏത്, അല്ലെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതൊക്കെ എന്ന് പറഞ്ഞിട്ട് തന്നേക്കുന്നത് മിക്കവാറും 2s തരും, 2p തരും, 3f തരും, 4d തരും. ഇതിൽ പോസിബിൾ അല്ലാത്ത ഏതാണ്? 3f. 3f എന്ന് പറയുന്ന ഒരു സബ്ഷെൽ എന്ന് പറയുന്നത് നോട്ട് പോസിബിൾ ആണ്. കാരണം എന്താണ്? മൂന്നാമത്തെ ഷെല്ലില് മാക്സിമം വരുന്ന D സബ്ഷെൽ വരെ വരൂ. F 4fലാണ് മിനിമം സബ്ഷെല്ലായ 4f വരുന്നത് എവിടെയാണ്? നാലാമത്തെ ഷെല്ലിലാണ് സബ്ഷെല്ലായിട്ട് വരുന്നത്.
അപ്പൊ 3F നോട്ട് പോസിബിൾ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മുൻപേ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഈ പോർഷനിൽ നിന്ന് ചോദിക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഓരോ സബ്ഷെൽ നമ്മുടെ മെയിൻ ഷെല്ലുകളിൽ എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളും എന്ന് നമ്മൾ പഠിച്ചാണ്. ഇനി ഓരോ സബ്ഷെല്ലിലും എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളും, അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയൊക്കെ വരുമെന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺ ഇൻ സബ്ഷെല്ലിലേക്ക് എങ്ങനെയാണ് ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്കറിയാം ഏതൊക്കെ സബ്ഷെല്ലുകളാണുള്ളത്. എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. ഈ എസിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. പിയിലാണെങ്കിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 6 ആണ്. അതുപോലെ തന്നെ ഡി ആണെങ്കിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10, എഫ് ആണെങ്കിൽ 14. അപ്പൊ ഇതനുസരിച്ചാണ് നമ്മൾ ഇലക്ട്രോണുകളുടെ ഫില്ലിംഗ് നടത്തുന്നത്. അങ്ങനെ നമുക്ക് ആദ്യം നോക്കാം കെ ഷെൽ. കെ ഷെല്ലില് മാക്സിമം ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അപ്പോ എസ് നമുക്കറിയാം എസ് സബ്ഷെല്ലിൽ മാക്സിമം ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 തന്നെയാണ്. അപ്പൊ കെയില് 1s-ല് 2 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളും. ബാക്കി ഇലക്ട്രോണുകളൊന്നും തന്നെ എഴുതി വരത്തില്ല. സബ്ഷെല്ല് ആകെ ഒരെണ്ണം. കാര്യം എന്താണ്, ഷെല്ലില് 2 ഇലക്ട്രോണുകൾ മാത്രമേ ഉള്ളൂ. ആ 2 ഫസ്റ്റ് സബ്ഷെല്ലിൽ തന്നെ കൊടുക്കുമ്പോൾ അവിടെ എന്ത് ഇലക്ട്രോണുകൾ പിന്നെ ബാക്കിയില്ല. ഇനി എൽ ഷെല്ലിലോട്ട് പോവാം. എൽ ഷെല്ലിൽ മാക്സിമം ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. അപ്പൊ എസില് പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണെന്ന് നമുക്കറിയാം. പിയിലാണെങ്കിൽ 6-ഉം 2-ഉം 8. ആ 8 ഇലക്ട്രോണുകൾ മാത്രമാണ് ഏതിലുള്ളത്, എൽ ഷെല്ലില് ഉള്ളത്. അപ്പൊ 2 സബ്ഷെല്ലുകൾ 2s-ല് 2 ഇലക്ട്രോണും 2p-ല് 2 ഇലക്ട്രോണും. ഇനി എം ഷെല്ലിലോട്ട് പോവാം. മാക്സിമം ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 18 ആണ്. 3s-ല് 2, 3p-ല് 6, 3d-ല് 10. ഇത് 3 കൂടെ കൂട്ടുമ്പോ 6-8 10 18ആയി. അതേ ഇലക്ട്രോണുകൾ തന്നെയല്ലേ എം ഷെല്ലിലുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായി എങ്ങനെയാണ് സബ്ഷെല്ല് വരുന്നത്, ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ. അപ്പൊ കെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്താ 1s2 ആയിരിക്കും. എൽ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളുണ്ട്. അപ്പൊ 2 ഷെല്ലുകളിലായിട്ടാണ്, 2 സബ്ഷെല്ലുകളാണ് 2s2 2p6. എം ഷെല്ലാണ് 18 ഇലക്ട്രോണുകളാണ് മാക്സിമം ഉൾക്കൊള്ളുന്നത്. 3s-ല് 2, 3p-ല് 6, 3d-ല് 10. അങ്ങനെ 3s2 3p6 3d10. അപ്പൊ ഇങ്ങനെയാണ് ഇലക്ട്രോണുകളുടെ ഫില്ലിംഗ് വരുന്നത്. അപ്പൊ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോണുകളാണ് ഉണ്ടാകുന്നതും എങ്ങനെയാണ് ഇലക്ട്രോണിക് ഫില്ലിംഗ് വരുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോഡിയം നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. 2,8,1 ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയെന്ന് നോക്കാം. 1s2 2s2 2p6 3s1. ഇത് ഒന്നാമത്തെ ഷെല്ല്, കെ ഷെല്ല്. ഇനി ഇത് രണ്ടാമത്തെ ഷെല്ല് 2s 2p എന്ന സബ്ഷെല്ലുകൾ വരുന്ന 8, 6 8. ഇനി മൂന്നാമത്തെ ഷെല്ല് 3s1. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുന്നത്. പക്ഷേ ഇതുകൊണ്ട് തീർന്നില്ല. കാരണം നമ്മൾ ഈ എഴുതുന്നത് ഓരോ ഷെല്ലുകളുടെ എനർജി ലെവല് ഇൻക്രീസ് ചെയ്ത് വരുന്നതനുസരിച്ച്. അതായത് 1s-നേക്കാട്ടി എനർജി കൂടുതലാണ് 2s, 2s-നേക്കാൾ കൂടുതലാണ് 2p, 2p-യേക്കാൾ കൂടുതലാണ് 3s. അപ്പൊ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ വേണം സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറേഞ്ച് ചെയ്യാൻ. അത് നമുക്ക് എങ്ങനെയാണ് ഇൻക്രീസിംഗ് ഓർഡറിൽ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരെ ഗുഡ് ബൈ.